കോട്ടയം വൈക്കത്താണ് ഉച്ചയ്ക്ക് 2:30 ഇങ്ങനെ ഒരു അപകടമുണ്ടാവുന്നത്. ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. അവർ കരയിൽ നിന്ന് വള്ളം വിട്ടതിന് ശേഷം അധികം അകലെയല്ലാതെ ഇങ്ങനെ ഒരു അപകടമുണ്ടായതുകൊണ്ട് ആളുകൾക്ക് കരയിലേക്ക് നീന്തിക്കയറാൻ കഴിഞ്ഞു. വലിയ ദൂരമില്ലായിരുന്നു, അതുകൊണ്ട് ഇരു കരകളിലേക്കുമായി ആളുകൾ നീന്തിക്കയറി എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്ന് ലഭ്യമായ വിവരം. നാട്ടുകാരുടെ ശ്രദ്ധയിലേക്ക് ഈ അപകടം വളരെ പെട്ടെന്ന് തന്നെ പെട്ടു എന്നുള്ളതാണ് ആശ്വാസകരം. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളൊക്കെ നന്നായി നീന്തൽ അറിയാവുന്ന, ഈ മത്സ്യബന്ധനമൊക്കെ ഉപജീവന മാർഗമാക്കിയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ പെട്ടെന്ന് രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമാകാൻ സജീവമായി ഇടപെടാൻ കഴിഞ്ഞു. ഒരുപാട് പേർ പുഴയിലേക്ക് വീണിട്ടുണ്ടായിരുന്നു, അവരെയൊക്കെ രക്ഷപ്പെടുത്തി. അതിൽ തന്നെ ഒട്ടുമിക്ക ആളുകൾക്കും നീന്തൽ അറിയാമായിരുന്നു എന്നുള്ളതും ആശ്വാസകരമാണ്. അവർ ഇരു കരകളിലുമായി നീന്തിക്കയറുകയായിരുന്നു. അതിനുശേഷം ഈ ഒപ്പമുണ്ടായിരുന്ന ആളുകളോട് സംസാരിച്ചതിന് ശേഷം ആരും മിസ്സായിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുന്ന നടപടിയിലേക്കാണ് പിന്നീട് കടന്നത്. അതിൽ നിന്നിപ്പോൾ കണ്ണൻ എന്ന് പറയുന്നൊരു വ്യക്തിയെക്കുറിച്ച് വിവരമില്ല എന്നുള്ളതൊഴിച്ചാൽ ബാക്കി എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. MLA സംസാരിക്കുമ്പോഴും അവിടെയുള്ള വാർഡ് മെമ്പറോട് സംസാരിക്കുമ്പോഴും ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനോട് സംസാരിക്കുമ്പോഴും ഒക്കെ ഒരാളെക്കുറിച്ച് വിവരമില്ല, ബാക്കി എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവിടെ ഈ മറുകരയിലേക്ക് എത്താൻ റോഡ് പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഒരു എളുപ്പമാർഗം എന്നുള്ള നിലയിൽ ഇന്ന് വള്ളത്തെ ആശ്രയിക്കുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ടോബി, തുടരാം. ടോബി, അപകട സ്ഥലത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോഴും അവിടെ തെരച്ചിൽ നടക്കുന്നുണ്ട്. ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ, നാട്ടുകാരുടെ നേതൃത്വത്തിലൊക്കെ പുഴയിലാരും പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കോട്ടയം വൈക്കത്താണ് വള്ളം മറിഞ്ഞ് അപകടമുണ്ടായത്. 30ഓളം പേർ ഈ വള്ളത്തിൽ ഉണ്ടായിരുന്നു. ഒരാളൊഴികെ ബാക്കി എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അവിടെ പുഴയിൽ ആരും പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുന്നുണ്ട്. ഈ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നവരൊന്നും തന്നെ അവരൊക്കെ എല്ലാവരും തമ്മിൽ പരസ്പരം അറിയുന്നവരല്ല. അതുകൊണ്ട് എല്ലാവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. കൂടെയുണ്ടായിരുന്ന ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുന്നുണ്ട്. 2 കരകളിലായി ആളുകൾ നീന്തിക്കയറിയിട്ടുണ്ട്. 2 കരകളിലുള്ളവരുമായും സംസാരിച്ച് ഒപ്പമുള്ള ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിൽ നിന്നാണ് കണ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് വിവരമില്ല എന്നുള്ള കാര്യം ഇപ്പോൾ ഒരാൾ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഏതെങ്കിലും കരയിലേക്ക് നീന്തിക്കയറിയിട്ടുണ്ടാകാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തെരച്ചിൽ നടക്കുന്നുണ്ട്. ഈ മറുകരയിൽ പെട്ടുപോയ ആളുകളെ ഇക്കരയിലേക്ക് ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ച് നാട്ടുകാർ തന്നെ എത്തിക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ടോബി, പുതിയ വിവരങ്ങൾ. ടോബി, ഈ തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ കാണാം, വള്ളങ്ങളിലും അതുപോലെ തന്നെ ബോട്ടുകളിലും സ്കൂബ ടീമിൻ്റെ ബോട്ടുകളിലും എല്ലാം തന്നെ പരിശോധന തുടരുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, നല്ല കാറ്റുണ്ട്, അടിയൊഴുക്കുണ്ട്, ഓളങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വള്ളം മറിഞ്ഞതിൽ നമുക്കൊരു അസ്വാഭാവികത പറയാൻ സാധിക്കില്ല. കാരണം ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആളുകളുമായി യാത്ര ചെയ്യുമ്പോൾ, സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അപകടം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മറുകരയിൽ നമുക്ക് കാണാം, അപ്പുറത്തെ കരയിൽ കുറച്ച് ആളുകളുണ്ട്. അവിടെ കുറച്ച് പേർ നീന്തിക്കയറി എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. എന്തായാലും അവർ അടുത്ത് ചെന്ന് കൃത്യമായി ആരൊക്കെ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വീട്ടിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന സൈഡിൽ ഏകദേശം 20ഓളം ആളുകൾ ഇവിടെ ഉണ്ട്. ഈ അപകടത്തിൽപ്പെട്ട 20ഓളം പേരുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരോട് വിശദമായിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ MLAയും മെമ്പറുമൊക്കെ പറഞ്ഞതുപോലെ കൃത്യമായി നമുക്കൊന്നും ചോദിച്ചറിയാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ അല്പസമയത്തുള്ള ആ ഒരു ആക്സിഡന്റിന്റെ ഷോക്കിൽ നിന്ന് മാറിയാൽ ഉടൻ തന്നെ അവരോട് വിശദാംശങ്ങൾ ചോദിച്ചറിയാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. TK. ടോബി ജോൺസണാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. അപകട സ്ഥലത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ടോബി അവിടേക്ക് എത്തിയിട്ടുണ്ട്, ആളുകളോട് സംസാരിക്കുന്നുണ്ട്. കോട്ടയം വൈക്കത്താണ് ഇങ്ങനെ ഒരു വള്ളം മറിഞ്ഞ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ വലിയ ദുരന്തമായി മാറേണ്ടതായിരുന്നു, അതങ്ങനെ അല്ലാതായി എന്നുള്ളത് ആശ്വാസകരം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. കാരണം ഒരു വള്ളത്തിൽ ഏതാണ്ട് 20-25 പേർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരം. അത്രയും പേരെ താങ്ങാൻ കഴിയുന്നതാണോ, ഉൾക്കൊള്ളാൻ കഴിയുന്നതാണോ ആ വള്ളം എന്നുള്ളതാണ് സംശയത്തിന് ഇടയാക്കുന്നത്. ഒരുപക്ഷെ അപകടത്തിന് കാരണമായതും ഈ അമിതഭാരം തന്നെ ആയിരിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.